വയനാട്ടിലെ ജനപ്രതിനിധിയായി തുടരുമോ എന്ന ചോദ്യത്തിൽ വ്യക്തത നൽകാതെ രാഹുൽ ഗാന്ധി. റായ്ബറേലിയിലെയും വയനാട്ടിലെയും ജനങ്ങളോട് നന്ദിയുണ്ട്, ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. दोनों सीटों से जीता हूं और रायबरेली और वायनाड के जो वोटर्स हैं उनका दिल से धन्यवाद करना चाहता हूं. अब डिसाइड करना है कौन सी सीट पे मैं रहूंगा. थोड़ा पूछूंगा और फिर डिसाइड करूंगा. दोनों सीटों में तो नहीं रह सकता हूं, बट अभी डिसाइड नहीं किया है. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച് BJP നേടിയത് ചരിത്ര നേട്ടമാണ്. തൃശൂരിൽ ആദ്യാവസാനം ലീഡ് നിലനിർത്തിയ സുരേഷ് ഗോപി ഇരു മുന്നണികളെയും പിന്നിലാക്കി ആധികാരിക വിജയമാണ് നേടിയത്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടം വരെ തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷ നിലനിർത്തിയ NDA പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിലധികവും, ആലപ്പുഴ, പാലക്കാട്, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലധികം വോട്ട് നേടിയ NDA 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 1 ലക്ഷത്തിൽ താഴെ വോട്ടുകളിലേക്ക് ചുരുങ്ങിയത്. പറഞ്ഞതുപോലെ സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു. ഇത് ലോക്സഭയിൽ BJPയുടെ അക്കൗണ്ട് തുറക്കൽ മാത്രമെന്ന് പറയാനാകില്ല. സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സുരേഷ് ഗോപിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി വിജയമാണ്. 2019 പരാജയശേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരുടെ മനസ്സ് കീഴടക്കാനായെന്ന് തെളിയിക്കുന്നതാണ് ഈ മിന്നും ജയം. ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചതടക്കം ഓരോ നീക്കങ്ങളും ഇഴകീറി വിവാദമാക്കിയപ്പോഴും തൃശൂരുകാർ കൈവിടില്ലെന്ന വിശ്വാസമായിരുന്നു സുരേഷ് ഗോപിക്ക് കൈമുതൽ. ലീഡർ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലെത്തിയതിനു പിന്നാലെ UDFന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി K മുരളീധരൻ എത്തിയത് BJPയുടെ സാധ്യത കുറയ്ക്കുമെന്ന് കരുതിയവരുണ്ട്. എന്നാൽ K മുരളീധരനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സുരേഷ് ഗോപി തൃശൂർ പിടിച്ചെടുത്തത്. 2ാം സ്ഥാനത്തുള്ള LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനേക്കാൾ 74,686 വോട്ടുകളാണ് അദ്ദേഹം അധികം നേടിയത്. വിജയത്തിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപി നൽകുന്നതും ജനങ്ങൾക്കു തന്നെ. തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാൻ അവരെ പ്രജാദൈവങ്ങളെന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. 2 കേന്ദ്രമന്ത്രിമാരെ അടക്കം രംഗത്തിറക്കി ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ NDA കേരളത്തിൽ നടത്തിയത്. വിജയം ഒരു സീറ്റിലേക്ക് ചുരുങ്ങിയെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുന്നണിക്കായി. വോട്ടെണ്ണലിന്റെ ഏതാണ്ട് അവസാന സമയം വരെ തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷ നിലനിർത്തിയ രാജീവ് ചന്ദ്രശേഖർ 3,42,078 വോട്ടുകളാണ് നേടിയത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ തുടർച്ചയായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലും കണ്ടത്. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ 3,11,000-ലധികം വോട്ട് നേടി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പാലക്കാട് C കൃഷ്ണകുമാറും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശോഭാ സുരേന്ദ്രൻ 2,99,648 വോട്ടും C കൃഷ്ണകുമാർ 2,51,778 വോട്ടും അനിൽ ആന്റണി 2,34,406 വോട്ടും നേടി. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 60,000-ലധികം വോട്ട് കുറഞ്ഞെങ്കിലും കോൺഗ്രസ് വിട്ടുവന്ന അനിൽ ആന്റണിയുടെ കന്നിപ്രകടനം മോശമെന്ന് പറയാനാകില്ല. ആലത്തൂരിൽ ഡോക്ടർ TN സരസുവും 1,88,230 വോട്ട് നേടി ഇരുമുന്നണികളെയും ഞെട്ടിച്ചു. കാസർഗോഡ് ML അശ്വിനി, കോഴിക്കോട് MD രമേശ്, കൊല്ലത്ത് നടൻ കൃഷ്ണകുമാർ, എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണൻ, കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി, മാവേലിക്കരയിൽ ബൈജു കലാശാല എന്നിവരെല്ലാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാനിറങ്ങിയ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി നേടിയ 78,816 വോട്ട് 1,41,045 വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇടുക്കി, മലപ്പുറം മണ്ഡലങ്ങളിൽ മാത്രമാണ് NDA സ്ഥാനാർത്ഥികളുടെ വോട്ട് 1 ലക്ഷത്തിൽ താഴെ പോയത്. ന്യൂസ് ഡെസ്ക്, News 18.